ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പാലക്കാടൻ ഗർമെൻസിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ കോട്ടമലയ്ക്ക് വന്നിരിക്കുവാണ് കേട്ടോ. ഞങ്ങളിതപ്പോൾ പോകുന്ന വഴിയിൽ ഇവിടെ ട്രാക്ടറൊക്കെ പൂട്ടുന്നത് കണ്ടപ്പോൾ അവിടെ നിന്നു. നല്ല രസമുണ്ട്, നിറയെ കുറ്റികളും പിന്നെ അപ്പുറത്ത് കുറേ അമ്മമാർ ഞാറൊക്കെ പറിക്കുന്നതൊക്കെ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ വീഡിയോ കാണാം. മേലെ വഴുകാ വിട്ടാ വന്നിരിക്കുന്നത് ഞങ്ങളുടെ കോട്ടമല അയ്യപ്പ ക്ഷേത്രത്തിലാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കയറുന്ന എൻട്രൻസാണ് ഈ ഏരിയ. അപ്പോൾ ഇവിടെ വരാത്തവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരിക. ഇവിടെ ധനുമാസം 10-ാം തീയതിയാണ് കോട്ടമല ഉത്സവം കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഇതാ നിറയെ സ്റ്റെപ്പുണ്ട് കയറാൻ വേണ്ടി. നല്ല രസമാണ്. ചുറ്റുണ്ടാ നല്ല കാട്, നല്ല പ്രകൃതി ഭംഗിയാണ്, നല്ല തണുപ്പാണ്. ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റ് ഭയങ്കര തണുപ്പാണ്. അപ്പോൾ നമ്മുടെ സ്വാമിമാരിത് ഓടി കയറുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തേ. സ്വാമിയപ്പ അയ്യപ്പ. അച്ഛന് മുട്ടുവേനൊക്കെയാണ് കേട്ടോ. പക്ഷെ മാലിയിട്ട് അയ്യപ്പൻ എന്നെ വിളിച്ചിട്ട് അച്ഛൻ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇത്രയും സ്റ്റെപ്പുകളുണ്ട് കയറാൻ വേണ്ടി. അപ്പോൾ ആ ഒരു ദിവസം 3 ആനയൊക്കെ ഉണ്ട് കേട്ടോ എന്നുള്ളതും. നമ്മുടെ അവിടുത്തെ ഏറ്റവും വലിയൊരു ഉത്സവമാണ് കോട്ടമല ഉത്സവം, ധനുപ്പത്ത് മഹോത്സവം എന്ന് പറയും. അപ്പോൾ ഈ വരുന്ന ക്രിസ്മസ് 25-ാം തീയതി, ധനുമാസം 10-ാം തീയതിയാണ് ഇവിടുത്തെ ഉത്സവം. അപ്പോൾ അതെല്ലാവരും കയറുകയാണ്. പിന്നെ ഇവിടെ സ്വാമിമാരവിടെ കുട്ടിസ്വാമിമാർ ഇത് ഓടിക്കൊണ്ടിരിക്കുകയാണ്, കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആന കയറുന്ന വഴിയുണ്ട്. ഇതാണ് ആന കയറുന്ന വഴി കേട്ടോ. ആന കയറുന്ന വഴിയാണ്. ഇതിൽ കൂടെ ആന കയറിയ ശേഷം ഇതാ ഇതിലൂടെ പോയിട്ട് മേലെ പോകും. സ്വാമിമാർ അയ്യപ്പ സ്വാമി ആയി ഓടി കയറുന്നുണ്ടോ? ഓടി കയറുകയാണ് കേട്ടോ കുട്ടിസ്വാമിമാർ. ക്ഷീണം വരുമ്പോൾ സ്വാമിനെയൊക്കെ വിളിച്ച് നമ്മളിത് ഇവിടെ വന്ന് കയറി കഴിയുമ്പോൾ നമുക്ക് ഒരു ക്ഷീണം ഉണ്ടാവില്ല. നമ്മുടെ എല്ലാ അസുഖവും മാറിക്കിട്ടും. ഓടി കയറുന്നുണ്ട് നമ്മുടെ സ്വാമിമാർ. അച്ഛൻ കയറിയത് അവിടെ എത്തി. കേട്ടോ കയറി വന്ന വഴിയാണ്. പിന്നെ എല്ലാ മാസം 1-ാം തീയതിയാണ് ഇവിടെ നട തുറന്ന് പൂജയുണ്ട് കേട്ടോ. എത്തിയിട്ട് സ്വാമി കുട്ടി കയറിയിട്ട് അവിടെ റെസ്റ്റ് എടുക്കുകയാണ്. സ്വാമിക്കുട്ടിക്ക് കുഴപ്പമില്ലാണ്ട് കയറണ്ടല്ലോ. സ്വാമിക്കുട്ടി അറിയാം.
അസോ ജയിച്ച് ഓടിയിട്ട് തന്നെ കയറി, ഓടി ഓടി കയറി. മലയുടെ മേലെത്തിയിട്ടുള്ള കാഴ്ചയാണ്. എവിടെ വീട്? അങ്ങനെ നമ്മൾ മലമുകളിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ കയറുന്ന എൻട്രൻസ് ആണ്. ഈ മലയുടെ മേലെ 2 കിണറുണ്ട് കേട്ടോ. അതിലെപ്പോഴും വെള്ളം ഉണ്ടാവും. ഇതാണ് നമ്മുടെ കാക്കയൂർ കോട്ടമല. ഓക്കെ, അപ്പം നിങ്ങൾ സ്ഥലം വഴിയൊന്നും അറിയാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നെറ്റിൽ അടിച്ചു കഴിഞ്ഞാൽ കാക്കയൂർ കോട്ടമല എന്ന് അടിച്ചു കഴിഞ്ഞാൽ ലൊക്കേഷൻ കിട്ടും. തീർച്ചയായിട്ടും ഈ വരുന്ന ധനുമാസം 10-ാം തീയതി, അതായത് ഡിസംബർ 25-ന് ഇവിടുത്തെ മഹോത്സവമാണ്. എല്ലാവരും വരണം കേട്ടോ. ഞാൻ അമ്പലത്തിനകത്ത് കയറി തൊഴുതിറങ്ങി. അച്ഛനും നമ്മുടെ കുട്ടീസും അമ്പലത്തിനകത്താണ് അവർ വരുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വെളിയിൽ നിന്നൊരു വീഡിയോസൊക്കെ എടുത്തുതരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ വേഗം പുറത്തിറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ബെച്ചൂസിന് ഭയങ്കര ആഗ്രഹം. വരുന്നത് നമ്മൾ സ്റ്റെപ്പ് കയറിയിട്ടല്ലേ, പോകുമ്പോൾ ആന കയറുന്ന വഴി കൂടെ തന്നെ പോകണമെന്ന്. അപ്പോൾ അവിടെ ഇപ്പോൾ പുല്ലൊക്കെ വെട്ടി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. പകുതി വരെ അവർ ചെയ്ത് വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ വീണ്ടും വന്ന വഴി തന്നെ ഇറങ്ങുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ആന കയറുന്ന വഴി കാണിച്ചു തരാൻ വീഡിയോയിൽ കേട്ടോ. കുഴപ്പമില്ല, നല്ല കാറ്റ്. ബെച്ചൂസേ മെല്ലെ. അവിടെ സാമിക്കുട്ടി വരുന്നുണ്ടോ ചോദിക്കുകയാണ്. അപ്പൂപ്പൻ വരണ്ടേ? അപ്പൂപ്പന് ഇറങ്ങാൻ പറ്റണ്ടേ മുത്തേ? ഇതാണ് ഗൈസ് ആന കയറുന്ന വഴിയല്ലേ. പോട്ടെ പോട്ടെ, ഇവിടെ എല്ലാം ഉണ്ടാവും. മറ്റേ വഴിയോ? ആണ് ആന കയറുന്ന വഴി. പിന്നെ ഇതിൽ നമ്മൾക്കും കയറാം കേട്ടോ. സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഈ വഴിയിലൂടെ പോയാൽ നമുക്ക് മേലെ മലയുടെ മുകളിൽ കയറാൻ പറ്റും. അപ്പോൾ ആ സമയമാകുമ്പോൾ ഇവിടെയൊക്കെ അടിച്ച് നല്ല വൃത്തിയാക്കി. ഇപ്പോൾ പുല്ലൊക്കെ വെട്ടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ കേട്ടോ. അപ്പോൾ അച്ഛനേത് ജസ്റ്റ് അതുവരെയൊക്കെ ഒന്ന് പോയി നോക്കിയിട്ട് വരികയാണ്. നോക്കുക, സൂര്യപ്രകാശം മരങ്ങൾക്കിടയിലൂടെ കുട്ടിസ്വാമീനെ വന്നിട്ട് ഉമ്മ വയ്ക്കുന്നു. കുറേ ആൾക്കാർ ക്യാമറ കൊണ്ടും അല്ലാതെയൊക്കെ ഒത്തിരി പേര് വന്നിട്ടുണ്ടായിരുന്നു. കുറേ നല്ല ഇത്തിരി തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ. നേരത്തെയൊക്കെ വന്ന് കുറേ പേര് പോയി. അപ്പോൾ ഇവിടെ നമ്മളുടെ ഇതൊരു ഷൂട്ടിംഗ് ലൊക്കേഷനും കൂടിയാണ് കേട്ടോ. ഒത്തിരി സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ താഴേക്കാണ് ഈ 19-ാം നൂറ്റാണ്ട് സിനിമയുടെ മൊത്തവും എല്ലാം സെറ്റിങ്സ് ഒക്കെ ചെയ്തിട്ട് ഇവിടെയായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ആരും മറക്കണ്ട, ഡിസംബർ 25 ധനുമാസം 10-ാം തീയതി ഞങ്ങളുടെ ഏറ്റവും വിശേഷമായ ഈ ഒരു ഉത്സവത്തിൽ നിങ്ങളും പങ്കുചേരുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ.